ഉസ്താദ് ഹജ്ജ് യാത്രയ്ക്ക് ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ, ഹജ്ജ് കല്യാണം, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില്. അപ്പൊ ആ ഹജ്ജ് കല്യാണത്തിന് പോയിരുന്ന് ദുആ അരക്കാറുണ്ട്. ആ ദുആ എന്താ ചെയ്യാ? അല്ലാഹുവേ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കണേ അല്ലാ. ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഹജ്ജുക മബ്റൂറുൻ വമഖ്ബൂൽ. നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സമ്പത്ത് ഹലാൽ, നിന്റെ വരവ് ഹലാൽ. അതുകൊണ്ട് അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്ത് നിന്ന് മാലാഖമാര് വിളിച്ചു പറയുമത്രേ. ഹജ്ജിന് ഉംറക്കും വരെ പോകാൻ പറയാൻ പറ്റുന്നത് ഹജ്ജിന് ഉംറക്ക്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് പണ്ട് ഇരിപ്പുണ്ട്, പണക്കെന്ന് ചോദിച്ചതാ, പണ്ട് ഇരിപ്പുണ്ട്, സ്വർണ്ണം ഇരിപ്പുണ്ട്, പണയപ്പെടുത്തണം, ഭർത്താവ് അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, അത് പണയപ്പെടുത്തിട്ട് ഉംറക്ക് പോകാവോ? ഞാൻ പറഞ്ഞു അത് ഹറാം. ഒരു കാര്യം ശ്രദ്ധിച്ചോളി, ഒരു വിഷയം വരുമ്പോൾ തൊട്ടടുത്ത വിഷയത്തിലേക്ക് പോവാ, പറയാതിരിക്കുന്ന അങ്ങനെ. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ദുആ അരക്കാറുണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ അല്ലാ. അല്ലാഹുവേ എന്റെ വാപ്പയുടെ ഹജ്ജ്, എന്റെ ഉമ്മയുടെ ഹജ്ജ് അത് മഖ്ബൂലാക്കണേ അല്ലാ, മബ്റൂറാക്കണേ അല്ലാ. ഉസ്താദ് ഹജ്ജ് യാത്രയ്ക്ക് ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ, ഹജ്ജ് കല്യാണം, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില്. അപ്പൊ ആ ഹജ്ജ് കല്യാണത്തിന് പോയിരുന്ന് ദുആ അരക്കാറുണ്ട്. ആ ദുആ എന്താ ചെയ്യാ? അല്ലാഹുവേ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കണേ അല്ലാ. ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി ആ പൈസ ഒരു കെട്ടെടുത്ത് വെച്ചിട്ട് ഒരു 10,000-2,000 റുപ്യ ഓരോ വീടുകേറും കയറി ഇറങ്ങിയിട്ട് രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ദുആ ചെയ്യും, അതുപോലെ ഹജ്ജിന് പോകണം, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാപ്പാക്കണം, അള്ളാഹു നമുക്കൊക്കെ നല്ല കൂലി കെട്ടവർ നല്ല ദുആ ഇരുന്നിട്ട് അങ്ങനെ പോകും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രസക്തി കിട്ടോ? പാവപ്പെട്ട സഹോദരി തൊട്ടയൽവക്കത്തെ പട്ടിണി കിടക്കുക, തന്റെ മക്കളൊക്കെ നല്ല ബുദ്ധിയുണ്ട്, പഠിപ്പിക്കാൻ പൈസ ഇല്ല, യൂണിഫോമിന് കാശില്ല, പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാൻ പറ്റില്ല, അവിടെ കടം കയറിയിരിക്കുകയാണ്, പട്ടിണി കിടക്കുന്നു. പച്ചവെള്ളവും പേരക്കായും തിന്നിട്ടാ മക്കൾ സ്കൂളിൽ പോണത്. അവന്റെ വീട്ടിൽ പോയിട്ട് ഒരു 2,000 റുപ്യ നീ കൊണ്ട് കൊടു, അല്ലെങ്കിൽ ഒരു കരി എടുത്ത് കൊടു, അൽഹംദുലില്ലാ ഞാനൊരു നല്ല വഴിക്ക് പോവാണ്, ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുണ്ട്. അത് ചെയ്യുവോ? അതോടെ സൂക്ഷിച്ച് അള്ളാഹയെ ഭയപ്പെട്ട് ജീവിക്കും. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. മബ്റൂറായ ഹജ്ജ്, മഖ്ബൂലായ ഹജ്ജ്, മഖ്ബൂലും മബ്റൂറും ഹജ്ജ് വേണമെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മഖ്ബൂലും മബ്റൂറും എവിടെയാ ഉള്ളത്? ഇത് മക്കയിലൊന്നും അല്ല ഉള്ളത്, ഇത് മദീനയിലും ഉള്ള കാര്യമല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഓർക്കണം സഹോദരങ്ങളെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത്. അവന്റെ ഹജ്ജ് മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ, അവന്റെ ഉംറ മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. എന്താണ് മഖ്ബൂലിന്റെ അടയാളം? എന്താണ് മബ്റൂറിന്റെ അർത്ഥം? മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് പോകുന്നതിനാണ് മഖ്ബൂൽ എന്ന് പറയുക. ഇത് മക്കയിൽ കിട്ടുന്ന സാധനമാണോ? ഹലാലായ പൈസ, പലിശയും ആകാൻ പാടില്ല, പണയം വെച്ച പൈസയും ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുബ്ഹത്ത്, ഒരു അവ്യക്തതയും ഒരു ശുബ്ഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുദ്ധ ഹലാലായ പൈസ. ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽകു ലാ ശരീക ലക. അല്ലാഹുവേ പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടു വരികയാണ് റബ്ബേ. അല്ലാഹുവേ അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട ഭാവി റബ്ബേ എന്റെ വിളിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ തൽബിയത്ത് ചൊല്ലുമ്പോ അവന്റെ ഹജ്ജ് ഖബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ. ലബ്ബൈക സഅദീ ഹജ്ജുക മബ്റൂറുൻ വമഖ്ബൂൽ. നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു,
സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സമ്പത്ത് ഹലാൽ, നിന്റെ വരവ് ഹലാൽ. അതുകൊണ്ട് അള്ളാഹു നിന്റെ ഹജ്ജിതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്ത് നിന്ന് മാലാഖമാര് വിളിച്ചു പറയുമത്രേ. ഔവ്യക്തത നിറഞ്ഞ സമ്പത്തുമായി, പലിശയുടെ അംശമുള്ള സമ്പത്തുമായി, ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാള് ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ലാ ലബ്ബൈക വലാ സഅദൈക ദാദുക ഹറാം വമത്അമുക ഹറാം വമശ്റബുക ഹറാം വമൽബസുക ഹറാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല, നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിന്റെ യാത്രയെ അല്ലാഹു അംഗീകരിക്കുകയില്ല. കാരണം നിന്റെ സമ്പത്ത് ഹറാം, നിന്റെ വസ്ത്രം ഹറാം, നിന്റെ സമ്പാദ്യം ഹറാം. ഹജ്ജുക മറുതൂ, നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ആകാശത്തെ വിളിച്ചു പറയും. ഹജ്ജ് യാത്രയ്ക്ക്, ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ, ഹജ്ജ് കല്യാണം, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില്. അപ്പൊ ആ ഹജ്ജ് കല്യാണത്തിന് പോയിരുന്ന് ദുആ എടുക്കാറുണ്ട്. ആ ദുആ എന്താ ചെയ്യാ? അല്ലാഹുവേ ഹജ്ജ് മഖ്ബൂലും അവർ ഓർവാക്കണേ അല്ലാ. ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല.